ദൈവത്തിന് മഹത്വം. ടി വി ചാനലിലെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനും എനിക്ക് ഒരവസരം ഒരുക്കി തന്ന ടി വി ചാനലിലെ എല്ലാ സംഘാടകർക്കും, ജോയ്സ് ടി വി ചാനലിലെ എല്ലാ സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേര് ഡെയ്സി ബായി. ഞാനിപ്പോൾ ആൻഡമാനിൽ അവരോടൊപ്പം സുവിശേഷ വേലയുടെ മുഖത്തായിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള വിളപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ തിരുവനന്തപുരത്ത് തന്നെ വെള്ളണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നതിനിടയായി. അവിടെ ദീർഘ 40 വർഷം വരെ ഞാൻ വെള്ളണ്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെയും കർത്താവിൻ്റെ വേല ഭാഗ്യമായിട്ടൊക്കെ ചെയ്യുവാൻ ദൈവം എനിക്കിട നൽകി. പിന്നെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. അത് മാത്രമല്ല ദൈവദാസനായിരുന്നു. ഒരു പാസ്റ്റർ കുടുംബത്തിലാണ് എനിക്ക് ജനിച്ചു വളർത്തപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പപ്പയെയും കുടുംബത്തെയും ദൈവം ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. എന്നാൽ എൻ്റെ പപ്പയും അമ്മയും മാനസാന്തരപ്പെട്ട ആ കാലഘട്ടം അത്ര നല്ലതല്ലായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ വളരെ വ്യത്യസ്തമായി വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു, പീഡകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരുടെ മാതാപിതാക്കളോ മറ്റു സഹോദരങ്ങളോ ഒന്നും രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത അനുഭവത്തിൽ അവരെ പുറന്തള്ളുന്നതിനിടയായി. അങ്ങനെയുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ എൻ്റെ പപ്പയും അമ്മയും ആണെങ്കിൽ ഒരു തുള്ളി മരുന്ന് പോലും കഴിക്കാതെ ദൈവത്തിന് വേണ്ടി അവസാനത്തോളം നിലനിന്ന വ്യക്തികളായിരുന്നു. അതിന് ഒരു കാരണമുണ്ടായി. എൻ്റെ അമ്മയും പപ്പയും ജനിച്ച് വളർത്തപ്പെട്ട അനുഭവത്തിൽ കൂടെ ഞാൻ അല്പം ഒന്ന് ഇറങ്ങിപ്പോയിട്ട് എൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മ ഒരു തികഞ്ഞ മദ്യപാനിയുടെയും അത് മാത്രമല്ല 52 കേസ് വരെ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ പിതാവിനുണ്ടായിരുന്നു എന്നാണ് പറയുവാനിടയായത്. അത്രത്തോളം ഈ ലോകപരമായി ജീവിച്ച ഒരു മനുഷ്യന്റെ മകളായിരുന്നു എൻ്റെ മാതാവ്. അങ്ങനെ അവരുടെ ആദ്യ മകളായിട്ടാണ് എൻ്റെ അമ്മ ജനിച്ചത്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് ഈ ജാതകം എഴുതുന്നതിനിടയിൽ, ഞാനതിലൊന്നും വിശ്വസിക്കുന്ന വ്യക്തിയല്ല എങ്കിലും അമ്മ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പപ്പയും അമ്മയും രക്ഷിക്കപ്പെട്ട വിധങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഞാൻ അതിൽ നിന്നൊരു വാക്കുകൂടെ ഞാൻ പറയുകയാണ്. ഈ ജാതകം എഴുതിയപ്പോൾ അതിൽ അമ്മയ്ക്ക് 4 കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അതിൽ എഴുതിയിരുന്നു. അങ്ങനെ അമ്മ വളർന്നു വന്നു. അമ്മയ്ക്ക് വേറെ 3 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. അമ്മ ഇങ്ങനെ വളർന്നു വന്നു. അമ്മയുടെ വിവാഹം നടന്നു. അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളാണെങ്കിലും അവർ യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞവരല്ലായിരുന്നു. പള്ളിയിലൊക്കെ പോകും, കടമയ്ക്ക് വേണ്ടി മാത്രം പള്ളിയിൽ പോകുന്നവരായിരുന്നു 2 പേരും. അങ്ങനെ അവരുടെ ജീവിതകാലം ഇങ്ങനെ കടന്നുപോയി. ആദ്യമായി അമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് അപ്പോൾ തന്നെ മരിച്ചുപോയി. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു, അതൊരാൺ കുഞ്ഞായിരുന്നു. മൂന്നാമതൊരു കുഞ്ഞ് ജനിച്ചു, അതൊരു പെൺകുഞ്ഞായിരുന്നു. 4ാമത് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. അത് ആ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ആ അമ്മയുടെ ഡെലിവറി നടത്തിയ സിസ്റ്റർ ഇങ്ങനെ പറയുന്നതിനിടയായി, ഇനി അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകയില്ല എന്ന് എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ അപ്പോൾ ആ 2 കുഞ്ഞുങ്ങളിൽ ഒന്ന് 9 ദിവസവും ഒന്ന് 11 ദിവസവും കിടന്നു. 2 കുഞ്ഞുങ്ങളും മരണപ്പെട്ടു. അങ്ങനെ അവർ വളരെ നിരാശയിൽ, ഇനി 2 കുഞ്ഞുങ്ങളെങ്കിലും എനിക്കുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലും ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളരെ ആഡംബരത്തോടുകൂടെ വളർത്തി. കാരണം അവർക്ക് അല്പ സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇങ്ങനെ ആഡംബരത്തോടുകൂടെ വളർത്തുന്നതിനിടയായി. അങ്ങനെ ഇരിക്കെ ഈ ഇളയ കുഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നോളം സുന്ദരിയുമൊക്കെ ആയിരുന്നു. ഈ കുഞ്ഞിന് 4.5 വയസ്സായപ്പോൾ ഈ കുഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞ് വൊമിറ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കുഞ്ഞിന് ചികിത്സ എടുത്തു. ഈ കുഞ്ഞിനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ മരുന്നും എല്ലാം കൊടുത്തു, ഇന്നവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി. പിന്നെ അവർ അവിടെ ആയിരിക്കുമ്പോൾ അതിന് അടുത്ത ദിവസം അതേ സമയം ഈ കുഞ്ഞ് തലേ ദിവസം ചുമച്ച് ഛർദ്ദിച്ച് അതേ സമയമായപ്പോൾ കുഞ്ഞിന് വീണ്ടും ചുമയുകയും വൊമിറ്റിംഗ് ഉണ്ടാകുകയും ചെയ്തു. പെട്ടെന്ന് ഡോക്ടറെ അറിയിച്ചു. ഡോക്ടർ ഓടി വന്ന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഈ കുഞ്ഞ് ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്നതിനിടയായി. പിന്നെ എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കുത്തിക്കൊന്നേന്ന് ഒറ്റ നിലവിളിയോടുകൂടെ അവര് അവിടെ ഓർമ്മ കെട്ട് നിലത്ത് വീണു. എൻ്റെ പപ്പയും അത് തന്നെയാണ്. പിന്നെ അവിടെ കൂടിയിരുന്നവരൊക്കെ അവരെ ഭവനത്തിൽ കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു.
എന്നാൽ എൻ്റെ പപ്പ 16 ദിവസം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എൻ്റെ പപ്പ കിടക്കുന്നതിനിടെ എൻ്റെ അമ്മയും അതുപോലെയൊക്കെ തന്നെയാണ്. വളരെ നിരാശപ്പെട്ടു എല്ലാവരും. അവരുടെ മാതാപിതാക്കൾ മാത്രമല്ല, ബന്ധുമിത്രാദികളും. എൻ്റെ അമ്മയുടെ അമ്മ അന്ന് തന്നെ ഓർമ്മകെട്ട് വീണ് 1 വർഷം തികഞ്ഞ എൻ്റെ അന്ന് അവർ മരിക്കുകയുണ്ടായി. മാനസികമായി അവർ തകർന്നുപോയി. അങ്ങനെ അത്രമാത്രം നിരാശ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ അത്ര അധികമായിട്ട് അവർ സ്നേഹിച്ചു പോയി. അത്രമാത്രം നിരാശ അവരുടെ ഭവനത്തിലുണ്ടായി. അങ്ങനെ ഈ പപ്പ 16 ദിവസം വെള്ളം കുടിക്കാതെ കിടന്നിട്ട് അവർ എടുത്ത തീരുമാനം ഇതായിരുന്നു: എനിക്ക് മരിക്കുക, എൻ്റെ മകളെ പോയി കാണുക. ഇതായിരുന്നു, ആത്മഹത്യ ചെയ്ത് മരിക്കുക. എന്നാൽ ആത്മഹത്യ ഇതിനൊന്നും പരിഹാരമല്ലെന്ന് അന്ന് അവർക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒന്നും എന്നുള്ള കഴിവില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പപ്പ എന്ത് ചെയ്തു, അവർക്ക് ധാരാളം വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം വിറ്റ് നശിപ്പിച്ച് മദ്യപിക്കുക, ഇത് മാത്രമായിരുന്നു ചിന്ത. ഇങ്ങനെ ഓരോന്നായി വിറ്റ് നശിപ്പിച്ച് മദ്യപിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ചില നാളുകൾ കൊണ്ട് തന്നെ ധാരാളം കൂട്ടുകാരോട് ചേർന്ന് ഇഷ്ടംപോലെ മദ്യപിച്ച് ഒരു ഒറിജിനൽ മദ്യപാനിയായി എൻ്റെ പപ്പ മാറ്റപ്പെട്ടു. അങ്ങനെ ഇരുന്ന് ആ മരണ ദിവസം വന്നു. അപ്പം നിശ്ചയിച്ചതായി ആരോടും പറഞ്ഞിട്ടില്ല ഈ വിവരം. ആ മരിക്കുവാനായി പപ്പ തയ്യാറായി. അവസാന ദിവസം ചില വർഷങ്ങൾ കൂടി മദ്യപിച്ചു. അതിനുശേഷമാണ് പപ്പ ഇങ്ങനെ മരിക്കുവാനായിട്ട് തുടങ്ങിയത്. ആ ഒരു കയറെല്ലാം വാങ്ങിക്കൊണ്ട് രഹസ്യമായി സൂക്ഷിച്ചിട്ട് ആരും ഒന്നും അറിയാത്ത രീതിയിൽ അമ്മ ഉറങ്ങുക, അമ്മ ഉറങ്ങിയ ഉടനെ എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യുക, ഇത് മാത്രമായിരുന്നു പപ്പയുടെ ചിന്ത. ഇങ്ങനെ ആരും ചിന്തിക്കാത്ത നിലയിൽ പോയി കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പപ്പ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ദർശനം ഇങ്ങനെ കാണുകയുണ്ടായി. പെട്ടെന്ന് ആ മരിച്ചുപോയ മകൾ തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തുകൂടെ നടക്കുന്ന ഒരു കാഴ്ച പപ്പയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി. നടന്ന് ഇവരിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ പോവുകയാണ്. അപ്പോൾ പപ്പ ചിന്തിച്ചു, ഇതെന്റെ മരിച്ചുപോയ കുഞ്ഞാണല്ലോ, ഇവളെ ഇനി എന്ത് വന്നാലും ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് കയ്യെ മുറുക്കി പിടിച്ചു എന്നാണ് പപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളത്. 2-3 പ്രാവശ്യം ഈ ദർശനത്തിനിടയിൽ കയ്യിൽ മുറുകി പിടിച്ചു എന്ന് പപ്പ പറയാനായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇവള് നല്ലവണ്ണം സംസാരിച്ചുകൊണ്ട് പപ്പയോട് കൂടെ ഇങ്ങനെ മുറ്റത്തുകൂടെ നടക്കുന്ന ഒരനുഭവമാണ് തോന്നിയത്. ഇങ്ങനെ നടക്കുകയാണ്, തിരിച്ചു നടക്കുന്നില്ല, പക്ഷെ മുറ്റത്തുകൂടെ നേരെ നടന്നു പോവുകയാണ്. അപ്പോഴേക്കും ഇങ്ങനെ ആ കുഞ്ഞിങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു, പപ്പ എന്തിനാണ് ചാരായം കുടിക്കുന്നത്? ചാരായം കുടിച്ചാൽ ഞാൻ പോയെടുത്ത് വരാൻ പറ്റില്ലെന്ന് പപ്പയ്ക്ക് അറിഞ്ഞുകൂടെ? പപ്പ എന്തിനാണ് ഞാൻ ചാരായം കുടിക്കുന്നതെന്ന് മകൾ ചോദിച്ചു എന്നും പിന്നെ അവസാനമായി ഞാൻ പോയ സ്ഥലത്ത് പപ്പയ്ക്ക് വരണ്ടേ, പപ്പയ്ക്ക് ഞാൻ പോയ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നടന്ന് പോയി ഒരു സ്ഥലം, മനോഹരമായ ഒരു സ്ഥലം. പപ്പ പറയുന്നത് അതിങ്ങനെ വർണ്ണിക്കുവാൻ കഴിയില്ല, വർണ്ണനാതീതമായ മനോഹരമായ ഒരു പൂന്തോട്ടം. അവളെ പോലെ ധാരാളം കുഞ്ഞുങ്ങൾ നിന്ന് കളിക്കുന്ന ഒരു കാഴ്ചയാണ് പപ്പയ്ക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് മനസ്സിലായി, ഇനി എവളും പൊറ്റടയോ എന്ന് വിചാരിച്ച് പിന്നെയും ഒരിക്കൽ കൂടെ കരത്തിൽ മുറുകെ പിടിച്ചു എന്ന് പപ്പ പറയുന്നതിനിടെ, എന്നിട്ട് പപ്പയ്ക്ക് അവിടെ വരണ്ടേ? അപ്പൊ പറഞ്ഞ് എനിക്ക് വരണം. പപ്പയും ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ പപ്പ ഇനി മദ്യപിച്ചാൽ അവിടെ വരാനായിട്ട് പറ്റില്ല, ഇനി മദ്യപിക്കില്ല എന്ന് എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുമാന്ന് ചോദിച്ചു. അങ്ങനെ കയ്യിലടിച്ച് സത്യം ചെയ്തു. സത്യം ചെയ്തതായ സമയത്ത് തന്നെ മറ്റേ കൈയെടുത്ത് പപ്പയുടെ കയ്യിൽ ഇങ്ങനെ തട്ടുകയും പപ്പ അവൾ ആ മനോഹരമായ പൂന്തോട്ടത്തിൽ അവൾ നിന്ന് കളിക്കുന്ന കാഴ്ച പപ്പ കാണുകയും ചെയ്തു. ഉടൻ തന്നെ കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തു. അതിനുശേഷമാണ് പപ്പയ്ക്ക് ഇത് ഒരു ദൂതന്റെ ദർശനമായിരുന്നു എന്നും ദൈവമാണ് പപ്പയോട് ഇടപെട്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പിന്നെ മദ്യപാനം അന്ന് തന്നെ മദ്യപാനം നിർത്തി. എങ്കിലും ദൈവത്തെ ശരിയായി വണ്ണം അറിയുവാനായിട്ട് പപ്പയ്ക്ക് കഴിഞ്ഞില്ല. ഭാഗ്യമായി മാത്രം നിരാശ ഉള്ളവനായി തന്നെ ഭാഗ്യമായി മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. കുറെ ദിവസം ഇതിനിടയിൽ അമ്മ ആ കുഞ്ഞ് മരിക്കുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, എൻ്റെ മകളെ പിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത മരുന്നിന് ഇനി ഞാൻ കഴിക്കയില്ല എന്നുള്ള ഒരു തീരുമാനം, ഉറച്ച തീരുമാനം എൻ്റെ അമ്മ എടുക്കുന്നതിനിടയായി. എന്നിട്ട് പപ്പയുടെ അമ്മയുമായിട്ട് ചേർന്ന് അടുത്തൊരു ബന്ധക്കോസ്ത് ചെറിയൊരു ചർച്ച് ഇങ്ങനെ അവിടെ ആരാധന തുടങ്ങി. അവിടേക്ക് എൻ്റെ അമ്മ വല്ലപ്പോഴും ഒക്കെ പോവുക പതിവായിരുന്നു. പപ്പയ്ക്ക് ഭയങ്കര വെറുപ്പാണ് ബന്ധക്കോസ്തരെന്ന് പറഞ്ഞാൽ, ഏറ്റവും വെറുപ്പായിരുന്നു. അതുകൊണ്ട് അവിടെ പപ്പ അറിയാതെ വല്ലപ്പോഴും പോകുന്നതിന് വേറെ ഒന്നിനുമല്ല, എനിക്കൊരു പെൺകുഞ്ഞിനെ കൂടെ തരണമേ എന്നുള്ള കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയോടുകൂടെ ഇവർ രണ്ടുപേരും അവിടെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആ ചർച്ചിലെ ഒരു മനോഹരമായ കൺവെൻഷൻ നടന്നു.
ആ കൺവെൻഷൻ നടക്കുന്നെന്ന് നോട്ടീസൊക്കെ പരസ്യം ചെയ്തപ്പോൾ തന്നെ പപ്പ ഇങ്ങനെ വിചാരിച്ചു. പപ്പ മാത്രമല്ല, പപ്പയ്ക്ക് 5 സഹോദരന്മാരുണ്ട്. പപ്പയും ചേർത്ത് 6 പേരാണ്. ഒരു സഹോദരിയുമാണ് പപ്പയുടെ ഭവനത്തിലുള്ളത്. ഈ 6 പേരും ചേർന്ന് എങ്ങനെ ചിന്തിച്ചു, ഇവിടെ ഈ കൺവെൻഷൻ നടക്കാനായിട്ട് പാടില്ല, ഇതിനെ എങ്ങനെയെങ്കിലും അലങ്കോലപ്പെടുത്തുക, ഈ കൺവെൻഷൻ നടക്കാതെ ഇവിടെ നിന്ന് ഇവരെ പറഞ്ഞു വിടുക, ഇത് മാത്രമായിരുന്നു ഇവരുടെ താല്പര്യം. അതിനുവേണ്ടി ഇവർ 6 പേരും ചേർന്ന് 60 ക്വസ്റ്റ്യൻ തയ്യാറാക്കി. എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കൺവെൻഷൻ പ്രാസംഗികനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന്റെ മറുപടി പറയുവാൻ തനിക്ക് കഴിയയില്ല എന്നാകുമ്പോൾ അന്ന് തന്നെ ഈ കൺവെൻഷൻ പ്രാസംഗികനെ ഭവനത്തിൽ പറഞ്ഞയക്കുക. അങ്ങനെ ഈ കൺവെൻഷൻ അലങ്കോലപ്പെടുത്തുക, ഇത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ വളരെ ആലോചിച്ച് വളരെ ബുദ്ധിയോടുകൂടെ 60 ക്വസ്റ്റ്യൻ ഇവരെ 6 പേരുമായി ചേർന്ന് എഴുതി വച്ചിട്ട് ആ കൺവെൻഷൻ ദിവസം വന്നു. 1-ാമത്തെ ദിവസം പ്രസംഗമെല്ലാം കഴിഞ്ഞു. താനിങ്ങനെ വിശ്രമിക്കുവാനായി പോകുമ്പോൾ ഇവർ 6 പേരുമായി തന്റെ റൂമിലേക്ക് കടന്നുപോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഈ ഓരോ ക്വസ്റ്റ്യനായി കർത്താവിന്റെ ദാസനോട് ചോദിക്കാനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവിന്റെ ദാസനായിരുന്നത് കൊണ്ട് തന്നെ ഈ 60 ഏകദേശം ചോദ്യങ്ങളും അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മനോഹരമായി സന്തോഷത്തോടുകൂടെ തന്നെ കർത്താവദാസൻ വ്യക്തവും സ്പഷ്ടവുമായ മറുപടി കൊടുത്തു. അപ്പോഴേക്കും ഇവർ ഇതുവരെയും അനുഷ്ഠിച്ചു വന്നതൊന്നും ശരിയല്ല എന്ന് ഇവർക്ക് 6 പേർക്കും മനസ്സിലായി. ഇവർ തങ്ങളെ തന്നെ കാണുവാനായിട്ട് തുടങ്ങി. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടായി. അവർ കരയുവാനായി തുടങ്ങി, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. തൽഫലമായിട്ട് അന്ന് രാത്രി ഇതിൽ ഈ 6 പേർ കടന്നുപോയതിൽ ഏകദേശപ്പെട്ടവരും അതിൽ കൂടെ എൻ്റെ പപ്പയും കൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുന്നതിനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് പപ്പ ഇങ്ങനെ മുണ്ടാണ് കൊടുത്തിരുന്നത്. മുട്ടെല്ലാം കീറിയെന്നാണ് പറയുന്നത്. അത്രത്തോളം ശക്തമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരുടെ മേൽ കടന്നു വരികയും അവർ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുകയും ചെയ്തു. അന്ന് പപ്പ തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ പെന്തക്കോസ്തൻ പള്ളിയിൽ മാത്രമേ പോവുകയുള്ളൂ, എനിക്ക് സ്നാനമെടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആ തീരുമാനം പപ്പയുടെ ഹൃദയത്തിൽ വരികയും അങ്ങനെ അധികം താമസിക്കാതെ തന്നെ പപ്പയും അമ്മയും ഒരുമിച്ച് സ്നാനമെടുക്കുകയും ചെയ്തു. ഈ സ്നാനം എടുത്തു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തിലേക്ക് അവർ ചേർന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആൾക്കാരെല്ലാം അവരെ ഉപേക്ഷിച്ചു. വളരെ ഒരു ഗ്ലാസ്സിൽ വെള്ളം, അവർ കുടിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം പോലും കൊടുക്കയില്ല, ഒരു വിവാഹ ശുശ്രൂഷയ്ക്കോ മറ്റു യാതൊന്നിനും അവരെ വിളിക്കയില്ല. അങ്ങനെ വളരെ പ്രതികൂലം അവർ അനുഭവിക്കുന്നതിനിടയായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി ധൈര്യത്തോടുകൂടെ ധീരതയോടുകൂടെ നിൽക്കുവാൻ പപ്പയ്ക്കും അമ്മയ്ക്കും സാധിച്ചു. തൽഫലമായി ദൈവത്തിന് സ്തോത്രം, ദൈവം ശക്തമായവരെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ അവർ ചോദിച്ചു. ആ ദിവസം മുതൽ അവർ 2 പേരും ഐക്യതയോട് ചോദിക്കുവാൻ തുടങ്ങി, ദൈവമേ, എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തരണം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിന് പകരം ഒരു പെൺകുഞ്ഞിനെ തരണമേ എന്ന് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് അപേക്ഷിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, 5 പെൺമക്കളെയും 1 ആൺമകനെയും ദൈവം ദാനമായി കൊടുത്തു. ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ ദൈവത്തിന്റെ സ്തോത്രം, പ്രിയ പിതാവിന്റെയും മാതാവിന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയും 5 പെൺമക്കളെയും 1 മകനെയും ദൈവം കൊടുക്കാനിടയായി. ആ 5 പെൺമക്കളിൽ 4-ാമത്തവളാണ് ഞാൻ. ദൈവത്തിന്റെ സ്തോത്രം. ശേഷം ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് അവർക്ക് മനസ്സിലാക്കുവാനിടയായി. 3-ാമത്തെ മകളെ പ്രസവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൺകുഞ്ഞ് 2 പെൺമക്കള്, അതിൽ ആ 3-ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പപ്പ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നുപോയി. അന്ന് 44 വയസ്സുണ്ട്. പപ്പയ്ക്ക് പ്രായമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ 3 വർഷം ബൈബിൾ സ്കൂൾ പഠിക്കുകയും അസംബ്ലീസ് ബോർഡിന്റെ ഒരു പാസ്റ്ററായി അന്ത്യത്തോളം നിലനിൽക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം പപ്പയെ കരങ്ങളെടുത്ത് ശക്തമായി ഉപയോഗിച്ച് അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അനവധി സ്ഥലങ്ങളിൽ പപ്പ മാറി മാറി ശുശ്രൂഷകൾ ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. ചുള്ളിമാനൂര്, കൊല്ലങ്കോട്, അരുവിക്കര, പച്ചക്കാട്, വിളപ്പൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുകയും പുതിയ പ്രവർത്തനങ്ങൾ കാവടിത്തലയ്ക്കൽ മറ്റു ചില സ്ഥലങ്ങളിലും ഇങ്ങനെ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും പപ്പയ്ക്ക് കാരണമായി തീർന്നു. കാരണം പപ്പയിലൂടെ അനേക അത്ഭുത വിടുതലുകൾ ദൈവം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ പോലെ മരിച്ച് എടുത്തുകൊണ്ടുവന്ന രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പപ്പ ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, കരം വെച്ച് ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ രോഗികൾ എഴുന്നേറ്റ് പോകുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷ കണ്ടു വളരുവാൻ ദൈവം എനിക്കിട നൽകി. വിളപ്പിൽ
ഈ ചർച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം, അവിടെ 5 വയസ്സ് 5.5 വയസ്സായി നടക്കുവാൻ കഴിയാത്ത ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ വേണ്ടി പപ്പ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പല പല അത്ഭുതങ്ങൾ. അത് മാത്രമല്ല, പൈശാചി ബന്ധനത്തിൽ അകപ്പെട്ടിരുന്ന അനേകർക്ക് വേണ്ടി പപ്പ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെല്ലാം ദൈവം ശക്തമായി വിടുവിച്ചു. ഒന്നിന് മാറി ഒന്ന് മാറി. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലും ഇങ്ങനെ കെട്ടിയൊക്കെ കൈയും കാലും കെട്ടിയൊക്കെ ഭ്രാന്തന്മാരെ പോലെയുള്ള ആളുകളെ ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുവരും. അവർക്കെല്ലാം പപ്പ പ്രാർത്ഥിക്കും. അതേ സമയത്ത് തന്നെ ദൈവം വെടിവെക്കും. അനവധി ആളുകൾ ഞങ്ങളുടെ സഭയായി പ്രാർത്ഥനയ്ക്കായി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതമായി വെടിവെക്കും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ മാതാവിലൂടെ പിതാവിലൂടെ നടന്നു. രാത്രിയൊന്നോ പകലൊന്നും ഇല്ലാതെ പപ്പയും അമ്മയും ഇങ്ങനെ ഓടി നടന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഞങ്ങൾക്ക് ആർക്കും ഒരു തുള്ളി മരുന്ന് പോലും തരാതെ ഞങ്ങളെ വളർത്തി. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ഇനി അവരെ കുറിച്ച് ഞാൻ ഇനി എന്നെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ ഒരു വീഴ്ച വീഴുന്നതിനിടയായി. ഇങ്ങനെ ഒരു തേരി ഇറങ്ങി വന്നതായ സമയത്ത് ദൈവത്തിന്റെ സ്തോത്രം എന്റെ കാലങ്ങ് ചറക്കുകയും ഞാൻ ഇങ്ങനെ ഓടി ഓടിപ്പോയി വളരെ ഒരു നല്ല കുഴിയിലേക്ക്, എന്ന് പറഞ്ഞാൽ തേരി അടിച്ച് വീട് വെച്ച് അവിടെ വീടെല്ലാം പൊളിഞ്ഞു പോയ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്ന് വീഴുന്നതിനിടയായി. എൻ്റെ ഈ മുഖത്താണെങ്കിൽ ഇങ്ങനെ ഈ മൂക്കിന്റെ ഭാഗത്തായിട്ട് പിന്നെ 3ആയിട്ട് ഈ ചുണ്ടിങ്ങനെ കീറിപ്പോയതാണ്. എൻ്റെ നെറ്റിയിൽ ഇവിടെ എല്ലാം മുറിവുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എന്നെ എടുത്തുകൊണ്ട് ആണ് അമ്മയും സഹോദരനുമായിട്ട് ഭവനത്തിലേക്ക് കൊണ്ടുപോയത്. അമ്മയും സഹോദരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ പപ്പ വന്നിട്ട് എൻ്റെ ആ മുറിവെല്ലാം ഇങ്ങനെ കഴുകിയിട്ട് പച്ച വെളിച്ചെണ്ണ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും പറഞ്ഞു, ഇനി എൻ്റെ ഈ ചുണ്ടിങ്ങനെ യോജിക്കയില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുത്തി കെട്ടണമെന്ന് പറയുവാനിടയായി എൻ്റെ പപ്പ. എന്നാൽ അതിനൊന്നും വഴങ്ങിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് തന്നു. ദൈവം അവരെ സൗഖ്യത്തോടെ എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ എൻ്റെ പപ്പ പ്രാർത്ഥിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു ചെറിയ തഴമ്പ് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു വ്യത്യാസവുമില്ലാതെ എൻ്റെ ചുണ്ട് നേരെയാകുവാൻ ദൈവം ഇട നൽകി. ദൈവത്തിന് സ്തോത്രം. അതിന് ശേഷം എൻ്റെ വിവാഹം നടന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് വിവാഹം നടന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം എനിക്ക് തലമുറ ലഭിക്കുവാൻ അല്പം വൈകി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്ക് അങ്ങ് ഒരു പൈതന്നെ തരികയാണെങ്കിൽ അവന്റെ ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ എനിക്ക് കൃപ തരണമേ. അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനമുള്ള ഒരു പൈതന്നെ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് പൈതന്നെ തന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ സന്തോഷത്തോടു കൂടി തന്നെ വളർത്തുവാനായിട്ട് എനിക്കിടയായി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില രോഗങ്ങൾ എനിക്ക് കടന്നു വരുവാനിടയായി. പെട്ടെന്ന് എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ഒരു നീരുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നീര് എനിക്ക് വസ്ത്രം പോലും ശരിക്കും ധരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അപ്പോഴേക്കും എൻ്റെ പപ്പ വാർദ്ധക്യ സഹജമായ രോഗനിമിത്തം സുവിശേഷ വേലയിൽ നിന്ന് വിരമിച്ച ഭവനത്തിലായിരിക്കുന്ന സമയമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് വേണ്ടി പപ്പ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് അപ്പോൾ വിടുതൽ ഉണ്ടായില്ല. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നീര് വലുതാവുവാനായിട്ട് തുടങ്ങി. കണ്ടവരെല്ലാം പറഞ്ഞു എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമില്ലെങ്കിൽ ഇത് വളരെയധികം വേദന അനുഭവിക്കേണ്ടി വരും എന്ന് പറയാനിടയായി. എന്നാൽ പപ്പ വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് തന്നു. വെളിച്ചെണ്ണ ഇങ്ങനെ തൊട്ടിടുമ്പോൾ തന്നെ എനിക്ക് വേദന ആരംഭിച്ചു. ആ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ അടുത്ത് ഒരു CA ക്യാമ്പ് നടക്കുകയായിരുന്നു. എല്ലാ യുവജനങ്ങളും അവിടെ കടന്നു വന്നു. യുവജനങ്ങൾ ഇതറിഞ്ഞിട്ട് എല്ലാവരും ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിച്ച അതേ സമയത്തിന് ഞാനും ഭവനത്തിലിരുന്ന് ഈ മൈക്കിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടായി. ദൈവമേ, എന്നെ അത്ഭുതമായി വിടുവിക്കണമേ, എന്റെ വേദന മാറ്റി തരണമേ എന്ന് ഞാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പിടിച്ചു കെട്ടിയതുപോലെ ദൈവത്തിന്റെ സ്തോത്രം ആ വേദനയിൽ നിന്ന് മാറിപ്പോകുവാനായി. പിന്നെ ചില ദിവസങ്ങൾക്ക് ഈ നീര് പൊട്ടുകയും ദൈവത്തിന്റെ സ്തോത്രം അത് അധികം വേഗം തന്നെ പുറത്ത് പോകുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കണ്ടവർക്ക് കേട്ടവർക്കും എല്ലാം അത്ഭുതം ജനിക്ക് മാറി. ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഇവിടെ ഞാൻ ഇടയിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ പപ്പയും അമ്മയും ഇങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷ കടന്നു വന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൂടെ ഞാൻ പറയാതിരുന്നാൽ ദൈവത്തിന്റെ സ്തോത്രം ശരിയാകയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു പരീക്ഷ കടന്നു വന്നു. എന്റെ പപ്പ അപ്പോൾ ഏത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു പ്രാവശ്യം മാത്രം പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് പോകും. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുത വിടുതൽ ഉണ്ടാവും. ആ സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ മാങ്ങ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ആ തോട്ട
മുളം തോട്ടയായിരുന്നു. അത് വന്ന് അമ്മയുടെ കാലിന്റെ ഒരു വിരളിൽ അല്പം തട്ടുന്നതിനിടയായി. തട്ടി അവിടെ അല്പം തൊലി ഇളകി. ഈ തൊലിയെ നുള്ളിയെടുത്തും കളഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. ഏകദേശം 1 മാസം ഇത് വെറുക്കുകയോ പഴുക്കുകയോ ചെയ്യാതെ അങ്ങനെ തന്നെ ഇരുന്നു. ഈ ഇവരണം ഇത് അങ്ങനെ ആ തൊലിയിളകിയ സ്ഥലം അങ്ങനെ തന്നെ ഇരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇത് പഴുക്കുവാനായിട്ട് ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതിങ്ങനെ പഴുത്ത് പപ്പ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു വിടുതലും അമ്മയുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു കർത്താവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് 40 ദിവസം ഒരു നേരത്തെ ആഹാരത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. പല ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം 2-2.5 വർഷം ദൈവത്തിന് സ്തോത്രം എന്റെ മാതാവ് വളരെയധികം കഷ്ടത അനുഭവിച്ചു. എല്ലാവരും പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഇതിനെ മരുന്ന് കഴിക്കണം, അല്പം മരുന്നിട്ടാൽ മതി, ഇതം കരിഞ്ഞു പോകുമെന്നെല്ലാം പലരും ഉപദേശിച്ചു. എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി ഒരിക്കലും ഞാൻ ലംഘിക്കുകയില്ല, ഞാൻ കഴിക്കുകയില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഈ രോഗത്തിലൂടെ മരിക്കുവാനാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, എന്തായാലും എനിക്ക് മരുന്ന് വേണ്ട എന്ന് പറയുന്നതിനിടെ എന്നിട്ട് ഈ സമയത്ത് തന്നെ സോർബോ സാഹിബും കുടുംബവും ഞങ്ങളുടെ ഭവനത്തിൽ വരികയുണ്ടായി. അവിടെ കൺവെൻഷന് വേണ്ടി കടന്നു വന്നു. അപ്പോഴേക്കും ഈ അവസ്ഥ കണ്ടിട്ട് അവർ പ്രാർത്ഥിക്കുകയും ഞാൻ അല്പം മരുന്ന് കൊടുത്തുവിടാം, അത് ഒരു നേരം ഇട്ടാൽ മതി, അത് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അവരെ ചെറിയ ഒരു കുപ്പി മരുന്ന് അമ്മയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ടു. പക്ഷെ അമ്മ യാതൊരു കാരണവശാലും അത് ഇടാൻ തയ്യാറായില്ല. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ ഒരു സഹോദരിയുടെയും വിവാഹം ഇതിനിടയിൽ നടക്കുവാനിടയിൽ. ഇതിലൊന്നും അമ്മയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അമ്മയ്ക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയില്ലായിരുന്നു. അമ്മയ്ക്ക് ആ വിരൽ മാത്രമല്ല പഴുത്തത്, 4 വിരലുകളും പഴുത്തു. കാലിന്റെ അടിഭാഗം മുഴുവനും പഴുത്തു. എല്ലാ ദിവസവും 100 വെളിച്ചെണ്ണ അപ്പ പ്രാർത്ഥിച്ചു കൊടുക്കും. ഇത് ഇങ്ങനെ കാലിൽ ഇടുക പതിവായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ 2-2.5 വർഷത്തോളം കഴിഞ്ഞു പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വിടുതലും കാണാതെ ആ അമ്മയുടെ വലത് കാലിലാണ് ഇത് കൊണ്ടത്. ഇടത് കാല് ഉണങ്ങി തരിച്ച് ഒരു മൊണ്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം വളരെ ഒരു മൊണ്ടിയുടെ കാലിങ്ങനെ കിടക്കും, അതുപോലത്തെ അവസ്ഥയിൽ എൻ്റെ അമ്മയുടെ ഇടത് കാലായി തീർന്നു. അതുകൊണ്ട് പിന്നെ കണ്ടവരെല്ലാം പറയണ്ടായി, ഈ വ്രണം എങ്ങനെയെങ്കിലും കരിഞ്ഞാലും ഇനി അമ്മ ഒരിക്കലും എഴുന്നേൽക്കുകയോ നടക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നതിനിടയായി. എന്നാൽ എന്ത് കേട്ടിട്ടും അമ്മ യാതൊരു വിധത്തിലും അമ്മയ്ക്ക് ഒരനക്കവും ഉണ്ടായില്ല. ദൈവത്തിന്റെ സ്തോത്രം. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ചാടി എഴുന്നേൽക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അമ്മയ്ക്ക് എഴുന്നേൽക്കുവാൻ കഴിയയില്ല, നടക്കാനൊന്നും കഴിയയില്ല. മലമൂത്രങ്ങളൊക്കെ ഞങ്ങളാണ് എടുക്കുന്നത്. അത്രത്തോളം അമ്മ രോഗിയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. കാല് തറയിൽ ചവിട്ടിയാൽ രക്തം ഇങ്ങനെ തെറിക്കുന്ന ഒരനുഭവം. അത്രത്തോളം അമ്മ രോഗിയായി തീർന്നു. എന്നിട്ടും അമ്മ മരുന്ന് എടുക്കുവാനായിട്ട് ഇടയായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ സ്തോത്രം അമ്മ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ്. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ശക്തമായി അമ്മ ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടന്ന് എല്ലാവരും ഉണർന്ന് അമ്മയുടെ മരണമാണോ എന്ന് ഞങ്ങൾ ഇങ്ങനെ സംശയിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ആ സമയത്ത് അമ്മ ഒരു ദർശനം കാണുകയായിരുന്നു. ഒരു കൊച്ചു പൈതൽ, ദൈവത്തിന്റെ സ്തോത്രം, 10-13 വയസ്സ് തോന്നിക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, ഈ വ്രണം ഇതുവരെയും കരിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ല മോളെ എന്നമ്മ മറുപടി പറഞ്ഞു. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ചിന്തിച്ചു, എത്രയോ പാസ്റ്റർമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്ക് ഒരു വിടുതലുമില്ല. പിന്നെ ഈ കുഞ്ഞ് എന്നിങ്ങനെ മനസ്സിൽ അമ്മ ചിന്തിച്ചതും ആ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് നമ്മുടെ തലയിൽ കൈ വെച്ച് അവിശ്വാസത്തെ ശാസിച്ചിട്ട് ഈ വ്രണത്തെയും ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷ നിറഞ്ഞ കുഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കാനിടെ അപ്പോഴാണ് എൻ്റെ അമ്മ ചാടി എഴുന്നേറ്റ് അന്യഭാഷയിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ കാല് സുഖമായി, എനിക്ക് ദൈവം സൗഖ്യം തന്നു എന്ന് പറയുന്നതിനിടയായി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അമ്മയുടെ എവിടെ ആ മുളത്തോട്ടം കൊണ്ടു ആ ഭാഗത്ത് ഒരു ചെറിയ ആലിങ്ങനെ പൊങ്ങി നിൽക്കുന്നതിനിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യുന്ന അത്ഭുതം എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. അത്രത്തോളം അത്ഭുതമാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ആലിനെ ഇങ്ങനെ എടുത്ത് അമ്മ എല്ലാവരെയും കാണിച്ചിട്ട് ഇങ്ങനെ വപ്പ വന്നിട്ട് അതിനെ ഇങ്ങനെ നുള്ളിയെടുക്കുന്നതിനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അല്പം നീളം ഉണ്ടായിരുന്നു, തലനാര് പോലെ വണ്ണം കുറഞ്ഞ ദൈവത്തിന്റെ സ്തോത്രം ചെറിയൊരാല് അതേ ദിവസം തന്നെ കിട്ടി. ഒരാഴ്ചയാവുന്നതിന് മുൻപേ എൻ്റെ അമ്മ പള്ളിയിൽ പോയി. ദൈവത്തിന്റെ സ്തോത്രം.
ഞങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് ചർച്ച. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അത്ഭുതത്തിന്റെ സാക്ഷിയായി പിന്നെയും ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു 50-52 വയസ്സ് തന്നെ വരുമായിരിക്കാം ഈ ഈ സംഭവം നടക്കുമ്പോൾ. എന്നാൽ 84 വയസ്സ് വരെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ എന്റെ അമ്മ ജീവിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അമ്മയ്ക്ക് ഒരു രോഗം വന്നതായിട്ട് ഞങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അമ്മയ്ക്ക് അങ്ങനെ പനി പോലും വരാറില്ല. ദൈവത്തിന് സ്തോത്രം. അത്രത്തോളം അത്ഭുതകരമായിട്ടാണ് എന്റെ അമ്മ നടത്തിയത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും പ്രകാരം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 84 വയസ്സ് വരെ അവർക്ക് ഓടുവാൻ, അവർക്ക് ജീവിപ്പാനുള്ള ആരോഗ്യം, ബലവും സുഖവും ദൈവം കൊടുത്തു. അവസാനം അല്പം ഓർമ്മ കേടുകൾ ഉണ്ടായി എങ്കിലും അമ്മ ഒരിക്കലും കിടരോഗിയായി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, ആകെ 3 ദിവസം മാത്രമാണ് അമ്മ രോഗിയായി തീർന്നത്. അങ്ങനെ ദൈവം അമ്മയെ ലോകം വിട്ട് മാറ്റം വിടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്റെ പപ്പ അതിനു മുൻപേ തന്നെ ഈ ലോകം വിട്ട് മാറ്റം വിട്ടു. പപ്പയ്ക്കും അധികം രോഗമൊന്നും വന്നിട്ടില്ല. എങ്കിലും അവസാന കാലഘട്ടമായപ്പോഴേക്കും ആത്മശ്വാസത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ദൈവത്തിന് സ്തോത്രം. എല്ലാ സ്ഥലത്തും നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം പകർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത്ഭുതത്തിന്റെ സാക്ഷിയായി ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്തോത്രം. എനിക്കും ദൈവം പല പല അത്ഭുതങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആ നീരിന്റെ പ്രശ്നം പറഞ്ഞല്ലോ, ദൈവം പൂർണ്ണമായൊരു വിടുതൽ നൽകി. അതിനുശേഷം വൈകിട്ട് എന്റെ ശരീരം ഇങ്ങനെ വല്ലാതെ ക്ഷീണിക്കുവാനായിട്ടിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ആഹാരം വെറുത്തു. എനിക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് ആദ്യമായിട്ടുണ്ടായ രോഗമെന്ന് പറഞ്ഞാൽ ആഹാരം ഇങ്ങനെ വെറുക്കുന്നതിനിടയായി. പിന്നെ വയറുവേദന വല്ലപ്പോഴും എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടും. ആഹാരം പൂർണ്ണമായിട്ട് വെറുക്കുവാനായിട്ട് തുടങ്ങി. പൂർണ്ണമായിട്ടല്ല, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുവാൻ പറ്റുകയുള്ളൂ. വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ കഞ്ഞിയൊക്കെ തിളയ്ക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ വൊമിറ്റിംഗ് തോന്നും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പല അസ്വസ്ഥതകൾ, ചില ഇറച്ചി മാംസങ്ങൾ അങ്ങനെയൊന്നും മാംസാഹാരങ്ങളൊന്നും കഴിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല. എന്നാൽ ഞാൻ ഛർദ്ദിക്കുന്നതിനിടയാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എന്നാൽ ഞാൻ അതിലൊന്നും എനിക്കതൊരു രോഗമായിട്ട് കണക്കാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കും പതിവായിരുന്നു. മറ്റാരോട് ഞാൻ ഇങ്ങനെ പറയുകയില്ല. എങ്കിലും ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സീലാസ് അവറുകൾ അറിയാമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ ഉദരത്തിൽ ഒരു കത്തി വയ്ക്കുവാൻ വേണ്ടി ശത്രു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളണമെന്ന് പറയുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ദൈവത്തോടെ ശക്തമായി പ്രാർത്ഥിച്ചു. അനേക ദൈവദാസന്മാരും അതിനുശേഷമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് നാൾ കഴിഞ്ഞു എന്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ, കാറ്റടിക്കുമ്പോൾ വീണു പോകുമോ എന്ന് തോന്നത്തക്ക നിലയിൽ എന്റെ ശരീരം ഇങ്ങനെ ക്ഷീണിക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. വയറുവേദനയും വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്നു. മാത്രമല്ല എന്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ ഒരു ദർശനം കാണുവാനിടയായി. പെട്ടെന്ന് ഞാനൊരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് പെട്ടെന്നുണ്ടായത്. ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 2 ഡോക്ടർമാർ ഇങ്ങനെ എൻ്റെ അടുക്കൽ വന്നു എന്നെ ഇങ്ങനെ ഓപ്പറേഷൻ വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റുന്ന ഒരനുഭവം. ഞാൻ ഇങ്ങനെ പറയണം, ഞാൻ മയങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാരമില്ല, വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അവരോടൊപ്പം പോയി അവരുടെ കയ്യിൽ ഓപ്പറേഷനുള്ള എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അപ്പോൾ ഒരു ഭയവും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. ഞാൻ സന്തോഷത്തോടു കൂടെ തന്നെ ഇങ്ങനെ റൂമിലേക്ക് പ്രവേശിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഓപ്പറേഷൻ നടക്കുന്ന ഒരു അനുഭവം എനിക്ക് അവിടെ വെച്ചുണ്ടായി. പക്ഷെ എനിക്ക് വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല. ഞാനിത് കാണുന്നില്ല എങ്കിലും ആ ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ കിലുങ്ങുന്ന സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. ഇത് ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ബന്ധുമിത്രാദികളെല്ലാം അവിടെ ഈ ആശുപത്രിയിൽ കൂടിയിരിക്കുന്നതെല്ലാം ഞാൻ കണ്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഭവനത്തിൽ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് മുതൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്നെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കി. ദൈവത്തിന്റെ കരം നീട്ടി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് എന്നെ ഓപ്പറേഷൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഉപകാരം ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ദൈവത്തിന്റെ സ്തോത്രം പലതരമാകുന്ന ശോധനാ ഘട്ടങ്ങളിലൂടെയൊക്കെ ഞാനിങ്ങനെ
കടന്നു പോകുവാനിടയായി. എന്നാൽ ദൈവം ആ സ്ഥാനത്തു നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് ഒരു CSI എന്ന് പറയാൻ തക്ക ഒരു ഭവനത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മാമനൊന്നും അവരൊന്നും CSIയിൽ പോലും പോകാത്തവരാണ്. RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ സാമ്പത്തികം കുറഞ്ഞ ഒരു ഭവനത്തിലായിരുന്നു ഞാൻ കടന്നു പോകുവാനായിട്ടിടയായത്. ദൈവത്തിന് സ്തോത്രം. ആ സ്ഥാനത്തെല്ലാം ചിലപ്പോഴൊക്കെ ആഹാരമില്ലാത്ത അവസ്ഥ വരെ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നേരത്തെ ആഹാരത്തിലും അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഞാൻ 2 നേരത്തെ ആഹാരത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. വസ്ത്രങ്ങളില്ലാതെയും ഒക്കെ വളരെയധികം ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനങ്ങളിലെല്ലാം ദൈവത്തോട് മാത്രം പറയുവാൻ, ദൈവത്തിന് സ്തോത്രം, ദൈവം കരുണ ചെയ്തു തൽഫലമായി. ദൈവത്തിന് സ്തോത്രം. ആ ഭവനത്തുള്ള എല്ലാവരും രക്ഷയെ കണ്ടുമുട്ടുവാൻ ദൈവം ഇട നൽകി. എനിക്ക് അവിടെ ഒരു സൺഡേ സ്കൂൾ തുടങ്ങുവാൻ ദൈവം ഇട നൽകി. ആ സൺഡേ സ്കൂളിലൂടെ ചില വ്യക്തികൾ രക്ഷിക്കപ്പെടുവാൻ, സ്നാനം എടുക്കുവാൻ ഒരു വ്യക്തി കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. AG ചർച്ചിൽ തന്നെ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല വേറെ ചില വ്യക്തി ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുവാനും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും രക്ഷയെ കരസ്ഥമാക്കുവാനും എല്ലാവരും സ്നാനമെടുത്ത ദൈവവേദങ്ങളായി തീരുവാനും ദൈവം ഇടം നൽകി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവത്തിന് വേണ്ടി അധികമൊന്നും ചെയ്യുവാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പശ്ചാത്തലം അങ്ങനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും കടഭാരം ഇങ്ങനെ ഒരു ദാരിദ്ര്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു, കരകയറ്റി ഇത്രത്തോളം വലിയ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിന് പിന്നെയും അനേക രോഗബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദിവ്യ ദർശനങ്ങൾ കാണുവാൻ, വെളിപ്പാടുകൾ കാണുവാൻ ദൈവം എനിക്ക് ഇടം നൽകി. പല കർത്താവ് ദാസന്മാർ ദർശനത്തിൽ ഇങ്ങനെ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം എനിക്ക് കാണുവാനായിട്ടിടയായി. അതിൽ അങ്ങനെ പല രോഗങ്ങളും ദൈവം എന്നെ വിടുവിച്ചു. ഒരു പ്രാവശ്യം തന്നെ ഈ പല്ലുവേദനയുടെ പ്രയാസത്താൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ 1.5 വർഷത്തോളം ഞാൻ ഈ പല്ലുവേദനയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ഒരു രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ ചുരുക്കി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. സമയത്തിന്റെ പരിധി ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടന്നിറങ്ങുമ്പോൾ ശക്തമായ പല്ലുവേദന, ഉറക്കം വരാത്ത അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എഴുന്നേറ്റിരുന്ന് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് മാത്രമായി തീരുവാൻ എനിക്ക് ഇടവരരുതേ. ദൈവമേ, എന്നെ വിടിവെക്കണമേ എന്ന് ഞാൻ കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതേ സമയം തന്നെ ദൈവത്തിന് സ്തോത്രം. ആ പല്ലുവേദന പിടിച്ചു നിർത്തിയതുപോലെ, എന്റെ പല്ലുവേദന എന്നെ വിട്ട് മാറിപ്പോകുന്നതിനിടയായി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത്രയും വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കടന്നു പോകാത്തത്, എന്തുകൊണ്ടാണ് ആ നിലയിൽ ജീവിക്കാത്തത് എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഉപേക്ഷിക്കാൻ, ദൈവത്തെ വിട്ട് പിന്മാറുവാനായിട്ട് എനിക്ക് ഒരിക്കലും ഇടയായില്ല ഇതുവരെയും. ആ പപ്പയും അമ്മയും അടിച്ച ആ വിശ്വാസത്തിൽ തന്നെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ, കർത്താവിന്റെ അത്ഭുതം കണ്ടു വളരുവാൻ, കർത്താവിന്റെ അത്ഭുതം കണ്ട് ജീവിക്കുവാൻ ദൈവം എനിക്ക് ഇട നൽകി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് സ്തോത്രം പല പ്രിയപ്പെട്ടവർ ദൈവവേലയുടെ മുഖത്തായിരിക്കുന്നു. എൻ്റെ സഹോദരൻ, എൻ്റെ ഏറ്റവും മൂത്ത സഹോദരനും മരിക്കുന്നത് വരെ ഒരു തുള്ളി മരുന്ന് പോലും കഴിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. 76 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. എൻ്റെ മൂത്തണ്ണന്റെ വൈഫ് ഇന്ന് 86 വയസ്സുണ്ട്. ഒരു തുള്ളി മരുന്ന് പോലും കഴിക്കാതെ ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം പല പ്രതികൂലങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ, പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുവാൻ ദൈവം അവർക്ക് അവസരങ്ങളെ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. അവരിപ്പോഴും ദൈവത്തിന് സ്തോത്രം പച്ച വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് ഉപയോഗിക്കുന്ന അല്ലാതെ മറ്റൊന്നും അവർ ഉപയോഗിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ കുടുംബത്തെ ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളിൽ നിന്ന് 8 പേരെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തു. 8 പേർ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് എൻ്റെ മകൻ. ദൈവത്തിന് സ്തോത്രം. അവനെ എനിക്ക് ലഭിച്ചു. ഞാൻ അവനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിൽ തന്നെ ഒരു സൺഡേ സ്കൂൾ ഉണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ഈ സൺഡേ സ്കൂൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവൻ ചിലപ്പോൾ അലക്ഷ്യമായിട്ടൊക്കെ ഇരിക്കും. അവനെ ശ്രദ്ധിച്ചാൽ എനിക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയില്ല. ഞാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ആദ്യമൊക്കെ 10-40ഓളം കുഞ്ഞുങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെന്ന് അലക്ഷ്യമായിട്ടിരിക്കും. അവനെ മാത്രം ശ്രദ്ധിക്കുവാനായിട്ട് എനിക്ക് കഴിയാത്തതുകൊണ്ട് പലപ്പോഴും അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്നൊക്കെ ഞാൻ ചെറുതിലെ
ഇങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട്. അതെന്റെ ഒരു മഹാ തെറ്റായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭവനത്തിലെത്തി വചനമെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാര്യത്തിലും ഞാൻ അവന് മുൻപന്തിയിൽ ഒരാരാധനയ്ക്കും മുടക്കാതെ ഞാൻ അവനെ കൊണ്ടുപോകും. സിയയ്ക്കും ദൈവത്തിന് സ്തോത്രം, സൺഡേ സ്കൂളിനും എല്ലാം എല്ലാ അറ്റൻഡ് ചെയ്യും. എന്നാൽ ചർച്ചിൽ പോകുമ്പോഴും ഞാനാണ് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. അവന്റെ ക്ലാസ് എടുക്കുന്നത് ഞാനായിരുന്നു. അന്ന് ഒരു സൺഡേ സ്കൂൾ മാത്രമേ ഞങ്ങളുടെ ചർച്ചിലും ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഭവനത്തിൽ ഞാനാണ് സൺഡേ സ്കൂൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പലപ്പോഴും പല കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ അങ്ങ് വിടും. കാരണം അവൻ ഒരിക്കലും എഴുന്നേറ്റ് പോകയില്ല എന്നായിരുന്നു എന്റെ ചിന്ത. ദൈവത്തിന്റെ സ്തോത്രം. അത് വേറെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ഇങ്ങനെ 8ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അവന്റെ കൂട്ടുകാരത്ത് കളിച്ച് നടക്കുവാനായിട്ട് തുടങ്ങി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ അല്പമൊക്കെ പിന്മാറിപ്പോകുന്നതിനിടയായി. എന്നാൽ ചില വ്യക്തികൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇപ്പോൾ ചില കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അവനെ ശ്രദ്ധിക്കണമെന്ന് പറയുവാനിടയായി. ഞങ്ങളുടെ ദേശത്തുള്ള ചില വ്യക്തികൾ ഇത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ കത്തി കുത്തുന്നത് പോലുള്ള വേദനയാണ് എനിക്കുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. എന്റെ കുഞ്ഞൊരിക്കലും എഴുന്നേറ്റ് പോവുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതായ സ്ഥാനത്ത് അവനിങ്ങനെ അപ്പോഴവൻ പള്ളിയിൽ വരും. മറ്റ് വേറെ ഒരു വീട്ടിൽ യാതൊരു ശല്യവുമില്ല. നല്ല അനുസരണമുള്ള ഒരു കുഞ്ഞായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും അവൻ വഴുതെറ്റി പോകുകയില്ല എന്ന് ചിന്തിച്ചതായ സമയത്ത് ശത്രുവാകുന്നവൻ അവനെ പുറകോട്ട് വലിക്കുന്നതിനിടയായി. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവന് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിപ്പാൻ ഉപവസിപ്പാൻ ദൈവം ഇട നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അധികം വേഗം തന്നെ അവൻ ആ വഴികളിലേക്ക് അധികം ഇറങ്ങിപ്പോകുന്നതിന് മുൻപേ തന്നെ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. അവന്റെ 17ാമത്തെ വയസ്സിൽ തന്നെ അവൻ ബൈബിൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അവിടെയും ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ നൽകി അവനെ സഹായിക്കുവാനോ ദൈവത്തിന്റെ സ്തോത്രം ബൈബിൾ സ്കൂളിലൊക്കെ പോയിട്ട് എന്താണ് സാമ്പത്തികമായി പൈസകൾ ചിലവഴിക്കുവാനൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ ആ നിലയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആ സ്ഥാനത്ത് ദൈവം അവനെ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ദൈവകൃപയിൽ നിലനിർത്തി. ദൈവത്തിന് സ്തോത്രം. അവന്റെ ചെറുപ്പനാൾ മുതൽ തന്നെ ദൈവവേലയുടെ മുഖത്ത് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം അവന് ഭാഗ്യം നൽകി. അവനിപ്പോൾ വൈഫും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവവേലയുടെ മുഖത്ത് ആനമാനിലായിരിക്കുന്നു. ഇവിടെ അവർ കടന്നു വന്നിട്ട് 16 വർഷത്തോളമായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അത്ഭുതമായി അവരെ വഴി നടത്തുന്നു. അവരിലൂടെ ചില അത്ഭുത പ്രവൃത്തികളെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ മൂത്ത കുഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇളയ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തെ അനേകർ വിടുവിക്കപ്പെടുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നിനവയിലെ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ നിനവേക്കാരോട് ദൈവം കണ്ടതുപോലെ തന്നെ ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത അനേക ജീവിതങ്ങൾ ഈ ദേശത്തായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി ദൈവത്തിന് ചില ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അതിനുള്ള വഴികളെ തുറക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ചില ആലയങ്ങളിലൂടെ പണിയപ്പെടാനായിട്ടുണ്ട്. ചില പ്രവർത്തനങ്ങൾക്ക് ചില ദൈവദാസന്മാരെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അനവധി ദൈവദാസന്മാരെ ദൈവം ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ വേല വിശാലമായി കിടക്കുകയാണ്. അനവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി. ഇങ്ങനെ അവിടെ ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം ചില സ്ഥലം കടന്നുപോയി ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷേ ആലയങ്ങൾ പണിയുവാൻ കഴിയാതെ ദൈവത്തിന് സ്തോത്രം പല വേലകളും നശിച്ചു പോകുന്ന ഒരു അനുഭവമാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേല ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക വനങ്ങളിലും കാടുകളുടെ ഉള്ളിലും അനേകർ പാർക്കുന്നുണ്ട്. അവിടെ ആയിട്ടാണ് ഇവിടെ ആളുകൾ പാർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ആൻഡമാന്റെ പല ഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ പാർക്കുന്നുണ്ട്. അനവധി ദ്വീപുകൾ അടങ്ങിയ ഒരു സമൂഹമാണ്. അതിൽ ഡിഗ്ലിപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ തന്നെ ഈ ഡിഗ്ലിപൂരിനകത്ത് തന്നെ പല കടലിടുക്കുകളുണ്ട്. അതിനപ്പുറത്തെല്ലാം ഡിഗ്ലിപൂർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം അവിടെ എല്ലാം ആളുകൾ പാർക്കുന്നുണ്ട്. എല്ലാം വനമേഖലകളാണ്. ഒരു സ്ഥലത്ത് കടന്നു പോയപ്പോഴാണെങ്കിൽ അവിടെ ഒരു കക്കൂസ് പോലും ഇല്ല, ഒരു സൈക്കിൾ പോലും ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കുറെ ആളുകൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കടയില്ല, ഒന്നും വാങ്ങുവാനോ ഒന്നിനും സൗകര്യമില്ല. അവരവർ കൃഷി ചെയ്യുന്നു, അവരവർ ജീവിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ മല്ലിയോ മുളകോ അങ്ങനെയുള്ള ഒരു സാധനവും വാങ്ങുവാനായിട്ട് കിട്ടുകയില്ല. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ ഞങ്ങൾ താമസിക്കുന്നിടത്ത്
ഇത്രയും 1.25 മണിക്കൂർ വരെ വള്ളത്തിൽ യാത്ര ചെയ്ത്, കടലിലൂടെ യാത്ര ചെയ്ത് ഇപ്പുറത്ത് വരണം. അവർക്ക് എന്തെങ്കിലും വിൽക്കണമെങ്കിൽ അവർ അവിടെ നിന്ന് ഈ ബോട്ടിൽ യാത്ര ചെയ്ത് ഇപ്പുറത്ത് വരണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി വരുന്നത് 2 എരുമകളെ ഇങ്ങനെ കെട്ടിയിട്ട് പണ്ട് നമ്മൾ വയലിടുന്നത് പോലെ ഈ നുകം വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ പലക കെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കും. എരുമകൾ ഇങ്ങനെ വലിച്ചുകൊണ്ടേ വരും. എവിടെ കൂടെയെങ്കിലും കാട്ടിലൂടെ ഒക്കെ വഴികളൊന്നും ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ കടന്നു പോയിടത്തൊന്നും അങ്ങനെ വഴിയായിട്ടൊന്നും കാണുവാനില്ല. എങ്കിലും ഇതിനിടയിൽ കൂടെയൊക്കെ അവർ കണ്ടുവച്ചിട്ടുള്ള ചില വഴികളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കൂടെയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നതിനിടയാകും. അതിനെ കൊണ്ട് വള്ളത്തിൽ കയറ്റി അതിനെ ഇക്കരെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് അവരുടെ പതിവ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ള സ്ഥാനത്തും കടന്നു പോകുവാൻ എനിക്കും ഭാഗ്യം നൽകി ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ദൈവത്തിന്റെ സ്തോത്രം കടന്നുപോയി VBS നടത്തുവാനും കൺവെൻഷൻ നടത്തുവാനും എല്ലാം ദൈവം അവസരങ്ങൾ ഒരുക്കി അനേകർ രക്ഷിക്കപ്പെടുവാൻ കരങ്ങളെ ഉയർത്തി. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം അവരെ അവിടെ പിടിച്ചു നിർത്തുവാൻ ആളില്ല. കർത്താവിന്റെ ദാസന്മാർ വളരെ കുറവാണ് ഇവിടെ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ ആരുമില്ല. കാരണം അവിടെ ഒരു ഹോസ്പിറ്റലില്ല, അവിടെ ഒരു സ്കൂളില്ല. അവിടെ ഒരു ചെറിയ സ്കൂളുണ്ട് 4ാം ക്ലാസ് വരെ. അതിൽ 1-2 ദിവസമാണ് അവിടെ ക്ലാസ് നടക്കുന്നത്. ആ കുഞ്ഞുങ്ങളെല്ലാം അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ പോകണം. ദൈവത്തിന്റെ സ്തോത്രം. അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ദേശത്ത് മുഖത്ത് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇതുപോലുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ ലോങ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കടന്നു പോകാനിടയായി. അതും ബോട്ടിലാണ് കടന്നുപോയത്. അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. എന്നാൽ അവിടെ 1-2 ഓമിനികൾ, ചെറിയ വണ്ടികൾ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ബോട്ടിൽ വരുന്നിറങ്ങുന്നവരെ കുറെ ദൂരമൊക്കെ കൊണ്ടുവിടുവാനായിട്ട് ചെറിയ വണ്ടികൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും അധികം കടകളോ ചെറിയ കടകൾ, കടകൾ പോലുള്ള ചെറിയ കടകളൊക്കെ ചിലതൊക്കെ അവിടെ ഉണ്ട്. വേറെ ഒന്നും അവിടെയും ഇല്ല. ഒരു ആശുപത്രിയോ മറ്റു യാതൊന്നും അവിടെയും ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പൈതന്റെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഹിന്ദി ഭാഷ ശരിക്കും അറിഞ്ഞൂടെ. ഇവിടെ ഹിന്ദിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹിന്ദി പഠിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ വാർദ്ധക്യ കാലത്ത് എത്രത്തോളം മനസ്സിലാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഇവിടെ ഒരു സൺഡേ സ്കൂൾ തുടങ്ങണമെന്നൊക്കെ, ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് ഒരു സൺഡേ സ്കൂൾ തുടങ്ങണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് എത്രമാത്രം ധീരമായി തീരുമെന്ന് എനിക്കറിയാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുവാനുണ്ടായ സമയമുണ്ടല്ലോ അല്ലേ, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുവാനുണ്ടായ ഒരു സാഹചര്യം കൂടെ ഞാൻ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഇങ്ങനെ ഇവിടെ ആൻഡമാനിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കപ്പലിലാണ് ഞാൻ ഇങ്ങനെ കടന്നു വന്നത്. കപ്പലിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോടെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ദൈവമേ, ഞാൻ കേരളത്തിലാണോ പാർക്കേണ്ടത്, ഞാൻ പൈതങ്ങളോടുകൂടി ആൻഡമാനിലാണോ പാർക്കേണ്ടത്, അതിനെനിക്കൊരു അടയാളം തരണമേ, എന്നെ അതിനെ അറിയിക്കണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അപ്പോഴെൻ്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവമാണ്. എൻ്റെ മകൻ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൻ 2ാമതൊരു കുഞ്ഞിനെ കൂടെ ഞാൻ ഈ കടന്നു പോകുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കും, ഞാനിങ്ങനെ ആൻഡമാനിലാണ് പാർക്കേണ്ടതെന്ന് ഇങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വലുതായിട്ട് പ്രാർത്ഥിക്കുകയോ നേർച്ച നേരുകയോ ഒന്നും ചെയ്തല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആ പ്രാവശ്യം ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. ദൈവത്തിന് സ്തോത്രം. മൂത്ത മകളെ കിട്ടി 6 വർഷം കഴിഞ്ഞാണ് ഞാനിവിടെ കടന്നു വരുന്നത്. അപ്പോൾ തന്നെ അവൾ പ്രഗ്നന്റ് ആകുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ ഞാൻ ചിന്തിച്ചു ഞാൻ ഇവിടെയാണ് പാർക്കേണ്ടതെന്ന്. എങ്കിലും ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ പോയി താമസിച്ചു. അവിടെയുള്ള അല്പസ്ഥലം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുവാനായിട്ട് എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ മറുതലിച്ചവളായി തന്നെ കാണപ്പെട്ടു എന്ന് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ അവിടെ എനിക്ക് സൺഡേ സ്കൂളുണ്ട്, ചർച്ചിൽ പല കാര്യങ്ങൾ കർത്താവദാസൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു നിലയിൽ ദൈവത്തിന് സ്തോത്രം ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം ഞാൻ രോഗിയായി തീർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഭവനത്തിന്റെ അവസ്ഥ ഞാൻ അല്പം അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഭവനം വല്ലാതെ ജീർണിച്ച ഒരു അനുഭവത്തിലായിരുന്നു. ഞാൻ ചിന്തിച്ചു, എനിക്കൊരു പുതിയ ഭവനം വയ്ക്കാം, എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഭവനം വയ്ക്കണമെന്ന് വിചാരിച്ചത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പുരയിടത്തിൽ തന്നെ നിന്ന തടികളെല്ലാം മുറിച്ച് പറക്കി കട്ടളയ്ക്കും കഥവിനും എല്ലാം ഉള്ളതായിട്ട് അറുത്ത് പറക്കി എല്ലാം കൊണ്ടുവന്ന് നിരത്തിയിട്ടു. അതെല്ലാം പറക്കി ഉണക്കാനിട്ട്
അതെല്ലാം ഇങ്ങനെ പറക്കി അടുക്കുക എല്ലാം ഞാൻ ചെയ്തു. അതിൽ കൂടെ സഹകരിപ്പാൻ ആളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അനിയനും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ ഞാനിങ്ങനെ ആ ജോലികളെല്ലാം ഞാൻ ചെയ്തു. എനിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പെട്ടെന്ന് അന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, എനിക്ക് ചെറിയൊരു പനി അനുഭവപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേക്കും പനി അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ക്ഷീണം, ഭയങ്കരമേറിയ ക്ഷീണം ഉണ്ടായി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ശരിക്കും നടക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം ഒരു ക്ഷീണം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആഹാരം പൂർണ്ണമായി വെറുത്തു. ദൈവത്തിന് സ്തോത്രം. ഒരു ആഹാരം കൊറോണ സമയത്താണ്. ദൈവത്തിന് സ്തോത്രം. കൊറോണയാണോ എനിക്ക് വന്നതെന്ന് എനിക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് മണവും രുചിയും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് കൊറോണ അല്ല എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഇങ്ങനെ ഒരു രോഗം, എന്താണ് രോഗമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ രോഗം എൻ്റെ ശരീരത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു കഠിനമേറിയ രോഗിയെ പോലെ ഞാൻ ആയിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്രം, 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാഹാരം എനിക്ക് കഴിക്കുവാൻ കഴിയുന്നില്ല. വെള്ളം കുടിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഉപ്പൊഴിച്ച് കഞ്ഞിവെള്ളം കുടിച്ചാൽ തോന്നുന്നു എൻ്റെ എല്ലാം ഭയങ്കരമേറിയ ഉപ്പിന്റെ ഒരു കലിപ്പ് പോലെ. എനിക്ക് പിന്നെ വെള്ളം കുടിക്കുവാനായിട്ട് കഴിയില്ല. പഞ്ചസാര ഇട്ടൊരു കാപ്പി കുടിച്ചാൽ പഞ്ചസാര വായിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലുള്ള ഒരനുഭവം. ഇത് കാപ്പി കുടിക്കാനായിട്ട് കഴിയുന്നില്ല. പഞ്ചസാരയും ഉപ്പും ഉപയോഗിക്കാതെ ഞാൻ വെള്ളം കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. വേറെ ഒരു ആഹാരവും എൻ്റെ വായിൽ വെക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അപ്പോഴേക്കും എൻ്റെ സഹോദരി എന്നെ ഫോൺ വിളിച്ച് വിശേഷങ്ങൾ തിരക്കി വിട്ടത് ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല എന്ന് പറയുന്നതിനിടയായി. അപ്പോൾ തന്നെ അവളുടെ മകളോട് വിളിച്ചു പറയുകയും അവള് വന്ന് എന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേ എൻ്റെ ഭവനം ഞാൻ ഇടിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ ജീർണിച്ച ഭവനമായിരുന്നു. പലരും എന്നോട് അതിന് പലപ്പോഴും പറഞ്ഞു നിങ്ങൾ ഇവിടെ പാർക്കരുത്, ഇത് വന്ന് വീഴും, അതുകൊണ്ട് ഇത് പാർക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടിച്ചതിന്റെ 4ാമത്തെ ദിവസമാണ് എനിക്ക് ഇത് സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഭവനത്തിലായിരുന്നു വിശ്രമിച്ചത്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഞാൻ രോഗിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരിയുടെ മകൾ വന്ന് അവരുടെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ ചില നാളുകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു ആഹാരവും കഴിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്തെങ്കിലും ആഹാരം വായിൽ വെച്ചാൽ കല്ല് വായിൽ വെച്ചിട്ട് താഴോട്ട് ഇറക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അതേ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ നന്നായിട്ട് അവൾ പരിചരിച്ചു. കാരണം എനിക്ക് മറ്റാരുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. മറ്റാരും എനിക്ക് ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് തന്നെ അവൾ എന്നെ നല്ലവണ്ണം നോക്കി. പക്ഷേ എനിക്ക് ഒരു ആഹാരവും കഴിക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ മരിച്ചു. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ അരയ്ക്ക് താഴെ എനിക്ക് തോന്നി നല്ലവണ്ണം നീര് വെച്ച് കിഡ്നിയൊക്കെ പോയ ഒരനുഭവം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നതിൻ്റെ ഒരു 10 മടങ്ങ് കൂടെ വണ്ണം വെച്ച ഒരനുഭവത്തിൽ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നീര് കയറി വീർത്തതുപോലുള്ള ഒരനുഭവം എനിക്ക് തോന്നി. ഞാൻ അത്രയൊന്നും നീര് വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് അത്രയും ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പെട്ടെന്ന് ഒരു ദർശനം ഞാൻ കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മാറ്റപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു പ്രകാശത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ കാണുന്നില്ല, മറ്റൊരു വ്യക്തികളെയും ഞാൻ കാണുന്നില്ല, ദൂതന്മാരെയും മറ്റാരെയും ഞാൻ കാണുന്നില്ല. നല്ല പ്രകാശമുണ്ട്. ഈ പ്രകാശത്തിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു. അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവമേ, ഞാൻ മരിച്ചു, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭവനമില്ല. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഞാനിങ്ങനെ അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ചിന്ത, അവിടെ ഒരു ഭവനം വെച്ചിട്ട് എനിക്ക് ആൻഡമാനിൽ വരാമെന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം ഞാൻ ഇങ്ങനെ ദൈവത്തോടും അതേ തന്നെ പറയുന്നതിനിടയായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമായിരിക്കും. എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ദൈവം, ഞാൻ അന്ന് കപ്പലിലിരുന്ന് പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠ ദൈവം എന്നെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് എന്നോട് ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി അങ്ങനെ ജീവനെ തന്നാൽ ഞാൻ എൻ്റെ പൈതങ്ങളോട് ആൻഡമാനിൽ പോയി അവരോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അതേ സമയത്ത് ദൈവത്തിന് സ്തോത്രം മരിച്ചു എന്ന് ചിന്തിച്ച് അതേ സമയത്ത് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രതിഷ്ഠിക്കുന്നതിനിടയായി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതൊന്ന് പിന്നെയും ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ജീവനോട് തന്നെ ബെഡിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം മരിച്ചു എന്ന് ചിന്തിച്ചതായ ദർശനം കണ്ടതായ സമയത്ത് ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവം എന്നെ വെടിവെച്ചു. ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളോട് വിളിച്ച് പറയുകയുണ്ടായി, മക്കളെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങ് വരുന്നുണ്ട് എന്ന് പറയാനിടയായി. അങ്ങനെ അവരിവിടെ അവർ കേരളത്തിൽ കടന്നു വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇതിനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബമായിട്ട് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ഹസ്ബൻഡ് ഇല്ല. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 17 വർഷം ആകാൻ പോകുന്നു. ഇനി 2 മാസം കൂടെ ആകുമ്പോൾ
17 വർഷം തികയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാനും കുഞ്ഞുങ്ങളുമായിരുന്നു തീരുമാനിച്ചു നമുക്കിവിടെ വിൽക്കാം. ദൈവത്തിന് സ്തോത്രം. വിറ്റിട്ട് നമുക്ക് അവിടെ പോയി ചിലപ്പോൾ സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെക്കാമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ വിലക്കാരെ അന്വേഷിക്കുകയും പെട്ടെന്ന് വില കിട്ടുന്ന സ്ഥലമൊന്നും അല്ല എങ്കിലും ഞാൻ വിലക്കാരെ അന്വേഷിക്കുകയും പെട്ടെന്ന് തന്നെ ദൈവം അതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ സ്ഥലം കൊടുക്കുവാനായിട്ടിടയായി. കൊടുത്ത് ഇവിടെ വന്ന് അല്പം സ്ഥലം വാങ്ങി ഒരു ഭവനത്തിന് വേണ്ടി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഞാൻ ആൻഡമാനിലേക്ക് കടന്നു വരുവാനായിട്ടിടയായത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവം അതിനു വേണ്ടി ഒരുക്കിയ വഴിയായിരുന്നു എൻ്റെ അസുഖം എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാവരെയും കാണുന്നു, അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്ന് ഭവനത്തിന്റെ പണി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കേരളത്തിലെ പോലെയല്ല, എല്ലാം ഭയങ്കര വില കൂടുതലാണ്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ പാർത്തിരുന്നത് മറ്റേ പരമ്പൂട്ടൊക്കെ മറച്ച ഭവനത്തിലായിരുന്നെങ്കിലും 4000 രൂപ വീതം വാടക കൊടുക്കണം. അത് എങ്ങനെയെങ്കിലും പിന്നെ ഒന്ന് മാറ്റി കിട്ടണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടെ ആയിരുന്നു ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ഭവനം വയ്ക്കുവാൻ വേണ്ടി തുടങ്ങിയത്. പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരെയും നിരാശയിലായിക്കൊണ്ട് പകുതി പണി തുടങ്ങിയപ്പോൾ പകുതി പണി തീർന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്തോത്രം പൈസ എല്ലാം കംപ്ലീറ്റ് തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ മുൻപോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാതെ ഞാൻ ഭാരപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിരാശയിലായി, ഭാരത്തിലായി എന്ന് തന്നെ പറയാം. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് ഷീറ്റൊക്കെ ഇട്ട് കാണുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. പക്ഷേ കഴിയാതെ പോയി. ലോൺ എടുക്കുവാൻ പലപ്പോഴും ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടക്കാതെ പോയി. നാട്ടിലൊന്നും ലഭിക്കയില്ല, ഇവിടെ ഒന്നും ലഭിക്കയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആ കണ്ടീഷനിലൊക്കെ ആയി വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എൻ്റെ വാർദ്ധക്യകാല പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പുതുക്കുവാൻ വേണ്ടി ഞാൻ നാട്ടിൽ കടന്നുപോയി. അവിടെ എനിക്ക് ഭവനമില്ല. ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം തന്നെ 2.5 വർഷത്തോളം ഞാൻ അവിടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആയിരുന്നു. പിന്നെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടം നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവം പുത്തൻ വഴികളെ, വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതമെന്ന് പറയട്ടെ. നിങ്ങളെ കാണുന്ന ഈ ഭവനം ദൈവം എനിക്ക് അതിന്റെ ബാക്കിയൂടെ പണിയുവാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ അല്പം വൈകി എന്ന് വരാൻ 2.5 വർഷം വരെ ദൈവത്തിന് സ്തോത്രം ആ പകുതി പണിഞ്ഞ ഭവനം അങ്ങനെ തന്നെ കിടന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ പോലെ കട്ട കെട്ടിയോ കല്ല് കെട്ടിയോ വീട് വയ്ക്കുവാനായിട്ട് കഴിയില്ല. അടിയിലൊന്നേ വാർത്ത് തന്നെ വരണം. കാരണം ഇവിടെ അപ്പോഴപ്പോഴായിട്ട് ഭൂചലനം ഉണ്ടാകുന്ന ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് അടിയിൽ നിന്ന് തന്നെ വാർത്ത് വന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. കമ്പിയെല്ലാം ഇങ്ങനെ വിട്ടിട്ടുണ്ട്. പകുതി പണിത നിലയിൽ. ദൈവത്തിന് സ്തോത്രം. ജാതിയുടെ മധ്യമായിട്ട് ഞങ്ങൾ ആയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ കമ്പി എല്ലാം തുരുമ്പെടുത്ത് പോകുമല്ലോ. ദൈവമേ, എന്നെ പലപ്പോഴും ചിന്തിക്കുകയും ഭാരപ്പെടുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വഴികളെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. മനോഹരമായി തന്നെ ഞങ്ങൾ ചിന്തിച്ച നിലയിലല്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ പൈസ കൊണ്ടായിരുന്നു ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഇത് മാത്രം മനോഹരമാക്കി തീർക്കുവാൻ ഞങ്ങൾ കഴിയില്ലായിരുന്നു. എന്നാൽ ദൈവം തന്നെ ഞങ്ങൾക്ക് ഭവനം പണിതു. ദൈവം തന്നെ പ്രവർത്തിച്ചു. മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് തന്നു. ഇന്ന് മനോഹരമായ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇനി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരിപ്പോൾ ഇവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ദ്വീപിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അനേകരെ നേടുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള അപേക്ഷയോടുകൂടെ ഞാൻ ഇപ്പോൾ സാക്ഷ്യം നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ അമ്മച്ചി, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം പ്രിയ മാതാവിൽ നിന്ന് ഇന്ന് പകലിൽ ശ്രദ്ധിക്കുവാൻ വലിയ ദൈവം സഹായിച്ചു. കേൾക്കാൻ പറ്റുന്നുണ്ടോ അമ്മേ? ഓക്കെ. ഈ സാക്ഷ്യം, ഈ അനുഭവ സാക്ഷ്യം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. പ്രിയ അമ്മ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, സ്നേഹസമ്പൂർണ്ണായിരിക്കും ഞങ്ങളുടെ സ്വർഗ്ഗപിതാവിന്റെ അടിമയുടെ അനുഭവ സാക്ഷ്യം കർത്താവേ ടിവിയിലൂടെ കർത്താവേ ചാനലിലൂടെ പറയുവാൻ അടിമയ്ക്ക് അങ്ങ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, ദൈവമേ, വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ദൈവകൃപയിൽ നിലനിർത്തുമാറാകണമേ. നാഥ,
ദൈവമേ സ്തോത്രം കർത്താവെ, അടിമയ്ക്ക് വേണ്ടി ചെയ്ത വിടുതലുകൾ, അടിമയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത വിടുതലുകൾ ഓർക്കുവാൻ കർത്താവെ അത്ഭുത സാക്ഷ്യം ദൈവത്തിന് സ്തോത്രം മനസ്സിലാക്കുവാൻ ദൈവം വലിയവനാണ്, ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് ഒന്നുകൂടെ അറിയുവാൻ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകി മാനിക്കും മറകണമേ. ദൈവമേ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിരാശയോടോ ഭാരത്തോടോ വേദനയോടോ ആകുലതയോടോ ആയിരിക്കുന്നെങ്കിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ദൈവം കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി മാനിക്കുമാറകണമേ. കർത്താവെ വിടുതൽ അയക്കണമേ, രോഗികളായിരിക്കുന്നവരെ വിടുവിക്കുമാറകണമേ, തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ നൽകണമേ. കർത്താവെ എന്തെങ്കിലും പ്രതിഷ്ഠകൾ തീരുമാനങ്ങൾ എടുത്തിട്ട് മുടങ്ങി കിടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവരെല്ലാം അടിവിടെ സാക്ഷ്യം ഉണർത്തപ്പെടുവാൻ എന്റെ ദൈവം കൃപ നൽകി മാനിക്കുമാറകണമേ. കർത്താവെ ഒരു പുതിയ തലമുറ വിശ്വാസത്തോടു കൂടെ എഴുന്നേൽക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കർത്താവെ ഈ ജയ്സ് ടിവിയിലൂടെ ടിവി ചാനലിലൂടെ വെളിപ്പെടുവാൻ എന്റെ ദൈവം കൃപ ചെയ്യണമേ. എന്ന് സംഘടകരായിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറകണമേ. കർത്താവെ അനേകരിലൂടെ കർത്താവെ അത്ഭുത സാക്ഷ്യം അറിയിക്കുവാൻ പിന്നെയും അങ്ങ് ശക്തീകരിക്കുമാറകണമേ. അതിനാവശ്യമായിരിക്കുന്ന സാമ്പത്തിക നന്മകൾ നൽകി എന്റെ ദൈവം മാനിക്കുമാറകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവെ സ്തോത്രം 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 ചെയ്യുന്നു. കർത്താവെ അടിമയെ താഴ്ത്തി പൊന്നുകരങ്ങൾ തരുന്നു ചോദിച്ചമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. എല്ലാ യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ.